ഇനി അല്പം രാഷ്ട്രീയത്തിലേക്കാണ്. കൊച്ചിയിലെ നമ്മുടെ രാഷ്ട്രീയക്കാരെ ലേഖകനിലേക്കാണ്, സുധീഷ് ഗോപാലിലേക്കാണ്. PV അൻവറിന്റെ തുറന്നു പറച്ചിലിന് പിന്നിലെ അടവ് നയവും P ശശിയെ പിന്തുണയ്ക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാഷ്ട്രീയവും ദഹിക്കാതെ പാർട്ടി അണികൾ. പിണറായിയെ നേരിട്ട് ആക്രമിക്കാൻ ഭയക്കുന്ന പാർട്ടിയിലെ വലിയൊരു വിഭാഗത്തിന് പുറമെ അൻവറിന് പിന്നിൽ നിലകൊള്ളുന്നത് മതരാഷ്ട്രവാദികൾ ആണ് എന്ന ആക്ഷേപവും ഈ സമ്മേളന കാലത്ത് ശക്തമാവുകയാണ്. ഇതേ സമയം ഒരേ തൂവൽ പക്ഷികളായിരുന്ന PV അൻവറും P ശശിയും എതിരാളികളായത് എങ്ങനെയെന്നതിൽ ഇന്നും പാർട്ടി നേതൃത്വത്തിൽ വലിയൊരു വിഭാഗത്തിന് വ്യക്തത വരുന്നില്ല. PV അൻവറിന്റെ പിണറായി വിജയനെതിരെ പാർട്ടിയിലെ ഒരു വിഭാഗം നടത്തുന്ന നീക്കം പാർട്ടിയിൽ ആധിപത്യം ഉറപ്പിക്കുക എന്നതിനപ്പുറം സർക്കാരിൽ നേതൃത്വമാറ്റം ലക്ഷ്യം വെച്ചുള്ളതാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചന. മുഖ്യമന്ത്രി അടക്കം അപഹാസ്യനാക്കി PV അൻവർ MLA നടത്തിയ ആരോപണങ്ങളിൽ പാർട്ടി നേതൃത്വത്തിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും PBയിൽ നിന്നടക്കമുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുമായി 22 പേർ കേരളത്തിൽ നിന്നുള്ളതിൽ ഒരാൾ പോലും പ്രതികരിച്ചിരുന്നില്ല. CPM നേതൃത്വ നിലപാട് പരിശോധിച്ചാൽ മുൻകാല അനുഭവങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായിരുന്നു ഈ സമീപനം. ഇത് പാർട്ടിയിൽ പിണറായി വിരുദ്ധ നീക്കം സജീവമെന്ന സൂചനകൾക്ക് വിശ്വാസ്യത ഏറ്റുന്നതാണ്. ഇതേസമയം PV അൻവറിന് പിണറായി വിരുദ്ധ ചേരിക്കപ്പുറം ശക്തി പകരാൻ മതരാഷ്ട്രവാദികളും മറ്റു ചില ശക്തികളുമുണ്ടെന്ന ആക്ഷേപവും ശക്തമായിട്ടുണ്ട്. ഈ സന്ദേശം പകർന്നായിരുന്നു പിണറായി വിജയന്റെ കഴിഞ്ഞ ദിവസത്തെ നെടുനീള വാർത്താ സമ്മേളനം. അൻവറിനെതിരായ ആരോപണങ്ങളെ സാധൂകരിക്കുന്നതായിരുന്നു 21-ന് അൻവർ പിണറായിക്ക് മറുപടിയായി നടത്തിയ വാർത്താ സമ്മേളനത്തിലെ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ. CPMനുള്ളിൽ നുഴഞ്ഞുകയറിയിട്ടുള്ള മതരാഷ്ട്രവാദികൾക്ക് പുറമെ പാർട്ടിയിൽ സ്വാധീനമുറപ്പിക്കാൻ ശ്രമിക്കുന്ന പോപ്പുലർ ഫ്രണ്ട്, ജമായത്ത് ഇസ്ലാമി പ്രതിനിധികൾ ഇപ്പോൾ നടത്തുന്ന കരുനീക്കങ്ങൾ പാർട്ടി സമ്മേളനങ്ങളിൽ വലിയ സ്വാധീന ശക്തിയാകുന്നതും പുതിയ ഗ്രൂപ്പ് നീക്കങ്ങളുടെ ഭാഗമെന്നാണ് വിലയിരുത്തൽ. ഇതേസമയം അൻവറിനെ പിന്തുണച്ച് പിണറായിയെ നിഷ്പ്രഭമാക്കാൻ പാർട്ടിയിലെ ഒരു വിഭാഗത്തിന്റെ നീക്കം ശക്തമായ ഘട്ടത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ P ശശിയെ പിന്തുണയ്ക്കുമ്പോൾ P ശശിക്കെതിരായി ഉയർന്നിട്ടുള്ള പഴയതും പുതിയതുമായ ഗൗരവമുള്ള ആരോപണങ്ങളെ മുഖ്യമന്ത്രി നിസാരവൽക്കരിക്കുകയാണെന്ന ആക്ഷേപവും പാർട്ടിയിൽ ശക്തമാകുന്നു. സ്വർണ്ണക്കടത്ത് വേട്ടയ്ക്കപ്പുറം പഴയ കൂട്ടുകക്ഷിയിൽപ്പെട്ട P ശശിക്കും PV അൻവറിനുമിടയിൽ ഉണ്ടായ അസ്വാരസ്യം എന്തെന്നതും പാർട്ടി നേതൃത്വത്തിൽ പലർക്കും അവ്യക്തമാണ്. ഇതേസമയം MV ഗോവിന്ദൻ തഴഞ്ഞ് A വിജയരാഘവനെ ഉയർത്തിക്കൊണ്ടുവരാൻ പിണറായിയും കൂട്ടരും നീക്കം നടത്തിയതിന്റെ പകതീർക്കലും മുഹമ്മദ് റിയാസിന് കിട്ടുന്ന മേൽക്കോയ്മയും ഇന്നത്തെ ഗ്രൂപ്പ് നീക്കങ്ങൾക്ക് അടിസ്ഥാനമെന്നാണ് സൂചന. ജനം, കൊച്ചി.